ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നതിനിടെ കിടപ്പാടത്തിനായി മലയേണ്ട ഗതികേടിലാണ് മൂവാറ്റുപുഴയിലെ ഷാജുവിന്റെ കുടുംബം. 5 അംഗ കുടുംബത്തിന്റെ ഏക അത്താണിയായ യുവാവ് നിർമ്മാണ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണാണ് കിടപ്പിലായത്. പ്രദേശവാസികളുടെ കനിവിൽ കഴിഞ്ഞ ഇവർക്ക് താൽക്കാലികമായി ലഭിച്ച കിടപ്പാടവും ഇപ്പോൾ നഷ്ടമായി. സഹായത്താലാണ് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. വേലെടുത്തുണ്ടെന്ന് കിടക്കുവാണ്. ഇനി എനിക്ക് ആരുമില്ല തരാൻ. അഞ്ചു പേരുടെ വയറ് നിറയ്ക്കാൻ ആകെ ഉണ്ടായിരുന്നത് ഷാജുവാണ്. എറണാകുളം മൂവാറ്റുപുഴയിലെ പുളിന്താനം സ്വദേശി ഷാജുവിന് 2020 ഹൃദയാഘാതം വന്നു. പട്ടിണി കിടത്തപ്പോൾ ആരോഗ്യം നോക്കാതെ ഷാജു വീണ്ടും പണിക്കിറങ്ങി. കഴിഞ്ഞ ജൂണിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടെല്ല് പൊട്ടി. അന്നു തുടങ്ങിയ കിടപ്പാണ്. കോതമംഗലത്തും കോട്ടയത്തും ചികിത്സ. അതിന് നാട്ടുകാരും പറ്റുന്ന പോലെ സഹായിച്ചു. പക്ഷേ ഒന്നുമായിട്ടില്ല. ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയത്, പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയത്. അപ്പം അത് പിടിച്ച് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിയിട്ട് നേരെ ബാക്കിലേക്ക് മറിഞ്ഞു. ഈ ജെല്ല പോലെ ഓപ്പണായിട്ട് കട്ട പൊളിച്ചിട്ടേക്കുയത്. അപ്പം അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ താഴത്തേക്ക് വന്നു. നിലത്ത് പോയി നടു അടിക്കുകയത്. 30 കൊല്ലം മുൻപ് പൂർവികർക്ക് മഞ്ഞളം പാറ ഉന്നതിയിൽ നൽകിയ വീട് കാറ്റടിച്ചാൽ വീഴുമെന്ന നിലയിലാണ്. അതും പാറപ്പുറത്ത്. മറ്റൊരാളുടെ സഹായത്താൽ തൽക്കാലം ഒരു ഷെഡിലാണ് താമസം. അതും നാളെ ഇറങ്ങണം. ആയവനയിൽ പാതിയിൽ നിർമ്മാണം നിലച്ച വീട്ടിലേക്ക് പോകാനും സാധിക്കില്ല. ചികിത്സയ്ക്കും അന്നത്തിനും വഴിമുട്ടി. വീട് പണി നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ ആരും സഹായിച്ചില്ല. അവിടെ കയറി കിടക്കലേ നടക്കുള്ളൂ. ഇപ്പോഴും നാട്ടുകാർ സഹായിച്ചാണ് ഇതിന്. മാതാപിതാക്കൾ നിത്യരോഗിയാണ്. ഏകമകൻ സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സഹായത്തിനാകെയുള്ള സഹോദരനും കാഴ്ചയുടെ പരിമിതി. പഞ്ചായത്തും മൂവാറ്റുപുഴ MLAയ്ക്കും അപേക്ഷകൾ നൽകി കാത്തിരിപ്പാണ്. അധികാരികൾക്ക് കേൾക്കാൻ കാതുകളില്ല. തുടർ ചികിത്സയ്ക്കോ അന്നത്തിനോ വഴിയില്ലാതെ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.